നല്ലത്. കഴിഞ്ഞ പ്രാവശ്യം വന്നില്ലേ? പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരാൾ കുളിക്കാൻ കയറിയിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ ബാക്കി ഡോക്ടറെ കാണാനൊക്കെ വൈകുന്നേരം പോയി കേട്ടോ. സ്കിന്നിന്റെ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അവിടെ പോയി ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ സെയിം ആന്റിബയോട്ടിക് കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓയിൻമെന്റ് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയട്ടെ. 5 ദിവസമായിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. ഇന്നലെ ഞാൻ ആ ഓയിൻമെന്റ് ഇട്ടതിൻ്റെ ആണെന്ന് എനിക്കറിയത്തില്ല. എനിക്കെന്തോ ഉറപ്പമൊന്നും ശരിയായില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് പകലെല്ലാം തലവേദന, തലയ്ക്കകത്ത് പെരിപ്പ്, ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. മരുന്നൊക്കെ കഴിച്ചു. ഉച്ചയ്ക്ക് ഞാൻ എന്നിട്ട് ചോറുണ്ണാത്തതിൻ്റെയാണെന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക് ഒരു പൊതി വാങ്ങിച്ചു. ചോറ് ഇച്ചിരി കഴിച്ചിട്ട് ഉച്ചയ്ക്കും ഗുളിക കഴിച്ചു. ഇപ്പം 4 മണിക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്ത് വീണ്ടും ഒരു ഗുളിക കഴിച്ചു. അമ്മ ഫോൺ വിളിച്ചത് എടുക്കാൻ പോയതാണ്. ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് ഇതുവരെ നമ്മുടെ മീറ്റർ ഷിഫ്റ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് വന്നിട്ടില്ലായിരുന്നു. ബിൽഡിങ്ങിൻ്റെ പണി നടക്കുമ്പോൾ നമ്മൾ മാറ്റി വെക്കുമല്ലോ, അങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അവർ വിളിച്ചത് ഇനി വരുമോ എന്നൊന്നും അറിയത്തില്ല. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തേങ്ങ മേടിച്ചു. നമ്മൾ 2-3 ദിവസം മാങ്ങാ ചമ്മന്തി അരച്ചത് കൊണ്ട് തേങ്ങയൊക്കെ തീർന്നു. 2 കൂടെ ഉണ്ട്. പിന്നെ നമ്മുടെ ലിക്വിഡ് സെക്കൻഡ് ബോട്ടിൽ ഇതേപോലത്തെ കോംബോ പായ്ക്കാണ് മേടിക്കുന്നത്. ഇതിനകത്ത് 2ാമത്തേത് എടുത്ത് പിന്നെ അത് ഓർത്തപ്പം അങ്ങ് മേടിച്ചാൽ ഇത് തീർന്നാലും ചിലപ്പം ഞാൻ മറന്നു. ഫ്രീ ആയിട്ടല്ല, 140 രൂപ കൊടുത്താലേ അത് കിട്ടത്തുള്ളൂ. പിന്നെ ഇത് ലിക്വിഡ്, തുണി കഴുകുന്ന ലിക്വിഡും. പിന്നെ കുറേ നാളിന് ശേഷം ഇന്ന് മുട്ട വന്നു, നാടൻ മുട്ട, അതും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാക്കറ്റ് തൈരും മേടിച്ചു. പിന്നെ പാലിപ്പോൾ ഇവിടെ കൊണ്ടുവരുന്നില്ല, അമ്മയ്ക്ക് കൊടുക്കുക പതിവ്. മോനെക്കൊട്ട് അവിടെ നിന്ന് വൈകിട്ട് ചായ കുടിക്കുമല്ലോ. പിന്നെ രാവിലത്തേടെ അമ്മൂലിൻ്റെ പാൽപ്പൊടി മേടിച്ച് വെച്ചിട്ടുണ്ട്. മോനിക്കുട്ടന് മാത്രം ചായ ഇട്ട് കൊടുക്കും. ഞാൻ ചായ കൂടി നിർത്തി. ഇന്ന് നമ്മൾ അടുക്കളയിലെ പണി, ചോറിരിപ്പുണ്ട്, മെഴുകുവരട്ടിക്കുള്ള കോവയ്ക്ക വേവിച്ച ഇച്ചിരി ഇരിപ്പുണ്ട്, പിന്നെ ഇച്ചിരി മോരുകറിയുണ്ട്, ഇച്ചിരി മാങ്ങാ ചമ്മന്തി ഉണ്ട്. മീനെടുത്ത് വെളിയിലോട്ട് വെച്ചേക്കാം, നമുക്കത് കറി വയ്ക്കാം. നാളെ അപ്പം രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാം അങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് പെറുക്കി ഒതുക്കി വെച്ച് ഒന്ന് കുളിച്ച് വിട്ട് വരാം കേട്ടോ. വെളുത്തുള്ളി വൃത്തിയാക്കുക. ഞാൻ രാവിലെ അതെല്ലാം കൂടെ എടുത്ത് വെള്ളത്തിലിട്ടു. പിന്നെ ഇവിടെ കുറച്ച് കരിയില കത്തിക്കാനാണ്, ആദ്യം കത്തിച്ചു. കണ്ടോ മോനുകുട്ട, ഇത് കണ്ടോ ആ കവുങ്ങിൻ്റെ പൂ നിൽക്കുന്നുണ്ട്, കണ്ടോ? പൂവാണ് കവുങ്ങിൻ്റെ പൂ, കണ്ടോ? കണ്ടോ? കണ്ടു. നല്ല രസമല്ലേ? മോനുകുട്ടന് വിശക്കുന്നു അല്ലേ? വൈകിട്ടത്തെ കഴിപ്പ് ശരിയായില്ല. അമ്മ വരും കേട്ടോ. കേക്ക് തരാം, കേക്ക്. ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടാണ് കുളിക്കാൻ പോയത്. കുളിയും ജപവും ഒക്കെ കഴിഞ്ഞു.
മീന് തണുപ്പൊക്കെ മാറി കറിയാകാൻ തയ്യാറായിരിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഞാൻ സ്കിന്നിന്റെ ഡോക്ടറെ കൊണ്ട് കാണിച്ചു എൻ്റെ കാലിന്റെ പ്രശ്നം. കാലിന്റെ ഈ തൊടയുടെ അവിടാണ് ആ ഒരു എന്താ പറയുക, റൗണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ കയ്യാലൊക്കെ എന്തെങ്കിലും വീണ് പൊള്ളുമ്പോൾ ഇങ്ങനെ പൊളിച്ച് വരത്തില്ലേ, അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോൾ ഇന്നലെ ഞാൻ ഓയിൻമെന്റ് ഇട്ടു. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ അങ്ങനെ കൊമളിച്ച് നിൽക്കുകയായിരുന്നു. ഇന്ന് ഞാൻ ഡോക്ടറെ കാണാൻ പോയപ്പോഴും ഡോക്ടറോട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ കൊമളിച്ച് നിൽക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു ഓയിൻമെന്റ് ഇടുക, ആന്റിബയോട്ടിക് എടുക്കുമെന്ന് പറഞ്ഞ്. ഇന്നിപ്പോൾ കുളിക്കാൻ കയറിയപ്പോൾ അത് പൊട്ടി എനിക്ക് ഒരു ശകലം പോലും വേദന എടുക്കുന്നില്ല എന്നുള്ളതാണ്. അതിനി എൻ്റെ ശരീരം മൊത്തം ഈ മനസ്സ് പോലെ തന്നെ കല്ലായതാണോ എനിക്ക് അറിഞ്ഞുകൂടാ പ്രിയങ്ങളെ. സാധാരണ ഒരു ശരീരത്തിൽ ഒരു കുരുവൊക്കെ വന്ന് പൊട്ടി നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് ഒരു മുഖക്കുരു പോലും പൊട്ടിക്കുന്ന എന്തൊരു വേദന, ഇതങ്ങനെ വേദനിക്കുന്നില്ല. എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. 2 ഡോക്ടർമാരെ ഞാനിപ്പോൾ കാണിച്ചു. ഒരു ഡോക്ടർ അല്ലല്ലോ, അല്ലെ പിന്നെ നമുക്കങ്ങ് വിധിക്കായിരുന്നു എന്തുവാണെന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡോക്ടർമാരുടെ അടുത്തോട്ട് പോകുന്നത്. എന്തുമായാലും വരുന്നത് പോലൊക്കെ വരട്ടെ. എപ്പോഴും ഞാൻ പറയുന്ന കാര്യമുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പണി കിട്ടിയാൽ എൻ്റെ കുഞ്ഞുങ്ങൾ കഷ്ടപ്പെടും. അതാണ് പ്രശ്നം. എനിക്കതേ ഉള്ളൂ പ്രശ്നം. അല്ലാതെ എനിക്ക് എന്ത് വന്നാലും ഇനി നോ പ്രോബ്ലമാണ്. ഇവർ ബുദ്ധിമുട്ടിലാകും എന്നതും മാത്രമാണ് എൻ്റെ ദുഃഖം. അപ്പൊ നിങ്ങൾ പറയും പിന്നെ ഒരു കുരു വന്ന്, ആ കുരുവിന്റെ ആ ഒരു അവസ്ഥ കേട്ടോ, അത് പൊട്ടി ഇത്രയും കുറെ ചോരയൊക്കെ പോയി, എന്നിട്ടും വേദനിച്ചില്ല. ഇതെല്ലാം അരച്ചോണ്ട് വറുത്തിട്ട് നമുക്കത് ചട്ടിയൊക്കെ എടുത്തുകൊണ്ട് വെച്ച് ഇവ 2-3 ചുവന്നുള്ളിയും കൂടെ പൊളിച്ച് നമുക്ക് മീൻ കറിക്കുള്ള അരപ്പ് റെഡിയാക്കാവേ. മോനിക്കുട്ടന് എൻ്റെ പൊതിച്ചോറുണ്ട്. ഞാനൊരു ഗുളിക കഴിക്കണമായിരുന്നു, അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി കഴിച്ചു, ബാക്കി അതേപോലെ വെച്ചിരിക്കുവായിരുന്നേ. അത് വാഴയിലുള്ള പൊതിയാ കേട്ടോ. പിന്നെ കറികളെല്ലാം സെപ്പറേറ്റ് ആണ്, ഒന്നിച്ചൊന്നും വലിച്ചു വാരി ഇട്ടേക്കുമല്ലോ. അതുകൊണ്ട് മോനിക്കുട്ടന് കഴിക്കാൻ ഫ്രഷ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ എനിക്ക് ഇച്ചിരി ചോറ് ചൂടാക്കണം, പിന്നെ മീൻകറിയും വെക്കണം. ഒരു കോള് വന്നു, കുറച്ചു നേരം അങ്ങനെ സംസാരിച്ചു കേട്ടോ. നമുക്ക് മീൻകറി വെക്കാം. ആരൊക്കെയോ മീൻകറിയുടെ റെസിപ്പി ചോദിച്ചു. മീൻകറിയുടെ റെസിപ്പിയൊക്കെ ഞാൻ കുറെ ഇട്ടത് കൊണ്ടാണ് പിന്നെ ഇടാൻ മടി. കണ്ടവരൊക്കെ ആണെന്നത് അവർക്ക് മുഷിച്ചില്ലല്ലേ, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. അത് പേടിക്കുന്നു, കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മാറുന്നില്ല ഗുളിക കഴിച്ചിട്ട്. ചുവന്നുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ കേട്ടോ. ഇത് നല്ലപോലെ വാടി വരുമ്പോൾ നമ്മൾ മസാലകളെല്ലാം അങ്ങോട്ട് ചേർക്കും. മസാലയുടെ പച്ചമണം മാറുമ്പോൾ നമ്മൾ ചാറിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് പുളി ചേർത്ത് അടച്ചു വെക്കും. തിളയ്ക്കുമ്പോൾ നമ്മൾ മീനിട്ട് കൊടുക്കും. പിന്നെ ലാസ്റ്റ് ഉലുവാപ്പൊടിയും കറിവേപ്പിലയും ചേർക്കും. അങ്ങനെയാണ് ഇവിടുത്തെ മീൻ കറി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പൊടി ഇടാൻ പോവാം കേട്ടോ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത് ഇളക്കി ഇതിൻ്റെ ഒരു പച്ചപ്പുണ്ടല്ലോ അത് മാറുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണേ. റെസിപ്പി ചോദിച്ച ആരൊക്കെയോ ഉണ്ട് കേട്ടോ. ഷോർട്ട് വീഡിയോ ഞാൻ ഒരുപാട് ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് ലോങ് വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ചോദിച്ചവരൊക്കെ കാണുമെന്ന് വിശ്വസിക്കുന്നു. ഉപ്പ് ചേർക്കാൻ പോവാണ്.
വേണമെങ്കിൽ വീണ്ടും നോക്കിയിട്ട് ചേർക്കാം. ഇനി ഇതങ്ങ് അടച്ചു വെക്കട്ടെ. തിളയ്ക്കുമ്പോൾ നമ്മൾ ബാക്കി പരിപാടികൾ ചെയ്യാം. ഇത് തിളച്ചു. ഇത് ചോറ് ഇച്ചിരി ചൂടാക്കാം നമുക്ക്. ഇതിനകത്ത് പുളിയും ഉലുവപ്പൊടിയും കറിവേപ്പിലയൊക്കെ ചേർക്കാം. മീനും ഇട്ട് കൊടുക്കാം. മീൻ ചേർക്കാം. മുമ്പേ ഞാൻ ഉപ്പും പുളിയും ഉണ്ടോ എന്ന് നോക്കാറുണ്ട്. നോക്കട്ടെ. മീൻ കഷ്ണം ഒക്കെ പെറുക്കിയിടാം. ആരോ പറഞ്ഞു വീഡിയോയ്ക്ക് സൗണ്ട് കുറവാ, മൈക്കൊക്കെ വെക്കുന്നത് കേട്ടോ. മൈക്ക് വെച്ചൊന്ന് സംസാരിച്ചാൽ എനിക്ക് അങ്ങോട്ട് ശരിയാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ അത് ശീലിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആകുമായിരിക്കും. നോക്കാം കേട്ടോ. ഉലുവപ്പൊടി ഇടട്ടെ. ഇതൊന്ന് തിളച്ചാൽ മതി, കാരണം ഈ മീനിന് അധികം വേവില്ല കേട്ടോ. നമ്മുടെ മീൻകറി സെറ്റാക്കി. ഇനി ഇത് അടച്ചു വെക്കാൻ പോവാണ്. അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മതി. തിളച്ച് എല്ലാം വെന്ത് കിട്ടും. ഈ മീനിന് ഒരുപാട് സമയത്ത് തിളപ്പിച്ചാൽ അതെല്ലാം പൊടിഞ്ഞ് പോകും കേട്ടോ. നമുക്ക് അടച്ചു വെക്കാവേ. ചോറും ചൂടായി. ആഹാ, കൊള്ളാമല്ലോ. ഫാനങ്ങ് നിർത്തിയാകട്ടെ. ഫാനങ്ങ് നിർത്തട്ടെ. ഇത് പുതച്ച് മൂടിയിരിക്കേണ്ട ആവശ്യമില്ലല്ലോ മോനിക്കുട്ട. എന്നും അവിടെ ലൈറ്റ് ഇടുവോ? ഇന്ന് ലൈറ്റ് കിടക്കുന്നല്ലോ അവിടെ. ഓ, ആ വെള്ള വെളിച്ചം കാണുന്നതാണ് അമ്മമ്മ വീട് കേട്ടോ. കണ്ടോ? നമുക്ക് മീൻകറി ആയോ എന്ന് നോക്കാം. ആവാനുള്ള സമയമായി. റെഡിയായി. നമുക്ക് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഞാൻ കോവയ്ക്ക എടുത്തില്ല കേട്ടോ, മെഴുക്ക് പുരട്ടാൻ എടുത്തില്ല. കാരണം പൊതിക്കകത്ത് സാമ്പാർ ഉണ്ടായിരുന്നേ, അതൊക്കെ ഇച്ചിരി കൂട്ടാമെന്ന് വിചാരിച്ചു. പിന്നെ മാങ്ങാ ചമ്മന്തി ഉണ്ടല്ലോ, അതൊക്കെ കൂട്ടി കഴിക്കാം എന്ന് വിചാരിച്ചു. മീൻ ഇപ്പൊ കറി വെച്ചത് വേണോ മോനുകൂട്ടന്? ഇന്നത്തെ പോലെ വല്ലാത്തൊരിത്. ഇവിടെ ഇങ്ങനെ ഒരു പാല് രാത്രി ആവശ്യം പോലെ കഴിക്കാൻ ഗുളികയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇതുകൊണ്ട് ആൻറ്റിബയോട്ടിക് 5 എടുത്തോണ്ട് വന്നത്. രാത്രി കഴിക്കാനുള്ളത്, പകല് കഴിക്കാനുള്ളത് ഫാർമസിയിൽ പോയി ഇരുന്ന് കഴിക്കാമല്ലോ. അതുകൊണ്ട് അത് എടുത്തോണ്ട് വന്നില്ല. ഈ ചമ്മന്തി വേണോ? അതിനകത്ത് മുട്ട വറുത്തതുണ്ട് ഇച്ചിരി എങ്ങാണ്ട്. ഒരാള് പൊതിച്ചോറും കൊണ്ടങ്ങ് ഇരുന്നു. മീൻകറി വേണോ മക്കളെ? വേണോ? എടുത്തോണ്ട് വരാം. ഇന്ന് വെക്കുന്ന മീൻകറി ഇന്ന് രാത്രി വെച്ചാൽ നാളെ കൂട്ടാനാണ് സൂപ്പർ. പക്ഷെ ചൂടോടെ കഴിക്കുമ്പോൾ അതിൻ്റെ രുചി വേറെയുണ്ട്. ഒന്നും അധികം ചാറൊന്നും വേണ്ട. ഇനി ചോറുണ്ണാം പ്രിയങ്ങളെ. ചമ്മന്തി അത്രേ ഉള്ളൂ. ഒരിച്ചിരി ചാറ് ഒഴിക്കാം. എൻ്റെ പൊതിച്ചോറിൻ്റെ സാമ്പാർ കേട്ടോ, അത് ഞാൻ ഈ കുഞ്ഞിപ്പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അതും കൂടി കഴിക്കാം. ഓ, ഇന്നത്തെ അത്താഴം ഇത്രയാണ് കേട്ടോ. കഴിക്കട്ടെ പ്രിയങ്ങളെ. ഒരു അവശതയുണ്ട് ഇന്നലത്തെ പോലെ തന്നെ. ഇതിനി കുറച്ച് ദിവസം കഴിയണം ഇതൊന്ന് ഓക്കെ ആയി വരണമെങ്കിൽ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം നിറയെ സ്നേഹം, പ്രാർത്ഥനകളിൽ പരസ്പരം ഓർക്കാം. വീണ്ടും കാണാം കേട്ടോ. ടാറ്റാ. ഓക്കെ, ബൈ, സി യു.
കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.